നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. പൊള്ളലേൽക്കുന്നവർക്ക് ആശ്വാസം. തുറക്കുന്നു സ്കിൻ ബാങ്ക്. ചർമ്മം സൂക്ഷിക്കാൻ സംവിധാനം. ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. പൊള്ളൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുന്നവർക്ക് ചർമ്മം വച്ചുപിടിപ്പിക്കുന്ന അണുബാധ ചെറുക്കുവാനും മരണസാധ്യത കുറയ്ക്കാനും ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടങ്ങുന്ന സ്കിൻ ബാങ്ക് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യണം. ചർമ്മം സൂക്ഷിക്കാനുള്ള പ്രത്യേകതരം ഫ്രിഡ്ജ് ഉൾപ്പെടെ 50 ലക്ഷം രൂപയോളം ആണ് സ്കിൻ ബാങ്കിൻ്റെ ചെലവ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വൈകാതെ ഈ സംവിധാനം തുടങ്ങും. പൊള്ളലേറ്റ് മറ്റ് അപകടത്തിലും ഗുരുതരമായ പരിക്കേറ്റവരെ ചികിത്സിക്കുമ്പോഴുള്ള വലിയ വെല്ലുവിളിയാണ് അണുബാധ. ഇതുവഴി മരണം സംഭവിക്കാം. ആഴത്തിൽ പരിക്കേറ്റവർക്ക് ചർമ്മം വളരാൻ സമയമെടുക്കും. നിലവിൽ രോഗിയുടെ ശരീരത്തിലെ ചർമ്മം എടുത്താണ് പരിക്കേറ്റ ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുന്നത്. പൊള്ളലേൽക്കുന്നവരുടെ കാര്യത്തിൽ ഇത് പലപ്പോഴും സാധ്യമാകാറില്ല. മരിച്ചവരുടെ ചർമ്മമാണ് സ്കിൻ ബാങ്കിലേക്ക് മാറ്റുന്നത്. മുൻകൂറായി സമ്മതപത്രം തയ്യാറാക്കി വയ്ക്കുകയോ ബന്ധുക്കൾ അനുമതി നൽകുകയോ ചെയ്താൽ മൃതദേഹത്തിൽ നിന്ന് ചർമ്മം എടുക്കും. പകർച്ചവ്യാധിയുള്ള ആളുടെ ചർമ്മം സ്വീകരിക്കില്ല. മുതുകിലെയും തൊടയിലെയും ചർമ്മം 0.1 മുതൽ 0.9 മില്ലിമീറ്റർ വരെ ആഴത്തിലാണ് എടുക്കുന്നത്. 3 വർഷം വരെ ബാങ്കിൽ സൂക്ഷിക്കാനാവും. മറ്റ് അവയവങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദാതാവിൻ്റെയും സ്വീകർത്താവിൻ്റെയും രക്തഗ്രൂപ്പ് സാമ്യവും മറ്റും പരിശോധിക്കാറുണ്ട്. ചർമ്മം മാറ്റിവെക്കുന്നതിൽ ഇത്തരം കാര്യങ്ങൾ നോക്കേണ്ടതില്ലെന്ന് മെഡിക്കൽ കോളേജിലെ ബേണൽ യൂണിറ്റ് മേധാവി ഡോക്ടർ AP പ്രേംലാൽ പറഞ്ഞു. ചർമ്മം സ്വീകരിച്ച രോഗിയിൽ 3 ആഴ്ചയ്ക്കകം സ്വാഭാവിക ചർമ്മം വളരും. കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ മെഡിക്കൽ കോളേജിൽ കൂടി ബേൺസ് യൂണിറ്റുകൾ തുടങ്ങുന്നതിന് ശുപാർശ സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.